Hello everyone, welcome to Disha Academy. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് NDPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനെ പറ്റിയിട്ടാണ്. NDPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ് നമ്മുടെ +2 ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആകെ 4 പോസ്റ്റാണ് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. 3000+ വാക്കൻസിയോടെ 4 പോസ്റ്റാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സാലറി ഡീറ്റെയിൽസും പോസ്റ്റ് ഡീറ്റെയിൽസും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനാണ് ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കറിയാം 18 to 33 ഇയേഴ്സ് വരെയുള്ളവർക്കാണ് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഗ്രാജുവേറ്റ് ആണെങ്കിൽ 36 വരെ അപ്ലൈ ചെയ്യാം. ഇതെന്താണ് 33 ഇയേഴ്സ് വരെ. ഇതിലെന്തും കൂടെ ഉണ്ട്, ഇപ്പോൾ റിലാക്സേഷനും കൂടെ വന്നു കഴിഞ്ഞാൽ OBCക്ക് ആണെങ്കിൽ +3 ഇയേഴ്സും കൂടെ അപ്ലൈ ചെയ്യാം. 36 വരെ അപ്ലൈ ചെയ്യാം. +5 കൂടെ ആർക്ക് അപ്ലൈ ചെയ്യാം, നമ്മുടെ SC/ST കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാം. 38 വരെ SC/ST കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 18 to 33 ഇയേഴ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം 18 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ അല്ല NDPC എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നമുക്ക് എന്താണ് കുറച്ചൊക്കെ എന്താണ് പാടുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഉള്ളത്. കാരണം +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്തുമ്പം ഇതിൻ്റെ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഒരിക്കലും എന്താണ് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ അല്ല NDPC. അത്യാവശ്യം നോളജ് ഉള്ളവർക്ക് തന്നെയാണ് NDPC എന്ത് ചെയ്യാൻ പറ്റുന്നത്, എഴുതിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് കാണരുത്. പക്ഷേ ശരിക്കും നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യണം. കാരണം NDPCക്ക് ടൈമുണ്ട്, ഒരു 6 months ടൈമുണ്ട്. 6 monthsനെക്കാളും ചിലപ്പോൾ കൂടുതൽ ടൈം കാണാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോമ്പറ്റീഷൻ അത്യാവശ്യം കൂടുതലായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ ഇത്രയും 3000+ വാക്കൻസി ആണെന്നുള്ളൊരു ഇത് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പഠനം കൃത്യമായ ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കയറി വരാം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. 12th പാസ്സായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. അതാണ് ശരിക്കും പറഞ്ഞാൽ പേ സ്കെയിൽ എന്തിൽ വന്നത് 3 എന്ന് പറയുന്ന ഒരു പേ സ്കെയിലിലേക്ക് മാറിയത്. കാരണം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം +2 കഴിഞ്ഞവരല്ലേ. അപ്പം ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണെങ്കിൽ എന്താണ് കുറച്ചും കൂടെ സാലറി നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാലറി കൂടുന്നതിനനുസരിച്ച് അതിൻ്റേതായ വർക്ക് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കൂടി വരും. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയായി കിട്ടുന്നത്. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരാളാണ് എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഗ്രാജുവേറ്റ് പോസ്റ്റിന് അത്യാവശ്യം നല്ല പോസ്റ്റുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. വെച്ചാൽ ഉള്ളതിൽ നല്ല പോസ്റ്റുകൾ എവിടെയാണ്, ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലാണ്. പക്ഷേ റിസ്ക് ആണ്, കുറച്ച് എന്താണ് നമുക്ക് പാടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ചാലഞ്ചിങ് ആയിട്ട് ഫേസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു വശമാണ്. അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം എല്ലാം എന്താണ് ക്ലറിക്കൽ ആൻഡ് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണ്. ക്ലറിക്കൽ പോസ്റ്റും ടൈപ്പിസ്റ്റ് പോസ്റ്റുകളുമാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത ജോലിയാണ് നമുക്ക് വരുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു TT എന്ന് പറഞ്ഞൊരു പോസ്റ്റില്ല. TT പോസ്റ്റൊന്നും ഇതിലല്ല വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന നമ്മുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട് നമ്മുടെ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ നിൽക്കുന്നത്. ആ ആളാണ് ശരിക്കും പറഞ്ഞാൽ TTE ആയിട്ട് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. പ്രത്യേക വാക്കൻസി ആയിട്ടില്ല TTEക്ക്. അവർ എടുക്കുന്നവർ തന്നെയാണ് ചിലപ്പോൾ ടിക്കറ്റ് സൂപ്പർവൈസറായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെന്താണ് ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടെ ലോ ലെവലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചീഫ് എന്ന് പറയുന്ന ആളാണല്ലോ മുന്നിൽ നിൽക്കുന്നത്, അതിനേക്കാളും തൊട്ട് സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ഇവർ അപ്ഗ്രേഡ് ആയിട്ടായിരിക്കും ആരായിട്ട് മാറുന്നത്, ചീഫ് കൊമേഴ്ഷ്യലായിട്ട് മാറാൻ പറ്റുന്നത്. അപ്പം ആ ഒരു പോയിന്റ്സ് ഒക്കെ ആലോചിക്കണം. അതിനാണ് അത്യാവശ്യം പേ സ്കെയിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി ടൈപ്പിസ്റ്റുകൾക്കും ക്ലറിക്ക് പോസ്റ്റിനും എന്താണ് നമുക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ 2 പാക്കേജിലുള്ളതാണ്, 2 പാക്കേജിലുള്ളതാണ്. അതായത് ഈ പറയുന്ന 20,000 എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിങ് വരുന്നെങ്കിലും നിങ്ങളുടെ സാലറി ഏതുവരെ പോവാം, നിങ്ങളുടെ 35,000 വരെ പോവാം. എത്ര വരെ പോവാം, 35,000 വരെ പോവാം കേട്ടോ. അപ്പം ഇത്രേ കാണുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് 21,000 കാണുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് അലവൻസുകളുണ്ട്. ആ അലവൻസും ഇൻക്രിമെൻറ്റും എല്ലാം കയറി വരുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ സാലറി അല്ലെങ്കിൽ നെറ്റ് സാലറി എന്ന് പറയുന്നത് 35,000 അടുപ്പിച്ച് നിൽക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ പറയുന്ന സാലറിയൊക്കെ എന്തായിരിക്കും 30,000 മുകളിൽ തന്നെ നിൽക്കാം കേട്ടോ. അപ്പം ആ കാര്യമൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കരുത്. ഇത് ടൈപ്പിസ്റ്റ് ജോലിയാണ്, ക്ലറിക്കൽ ജോലിയാണ്, അത്യാവശ്യം നിങ്ങൾക്ക് സുഖമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് സ്കില്ല് അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യം മറക്കരുത്, ടൈപ്പിംഗ് സ്കില്ല് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. CBT 2 ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിപ്പോയി എന്ത് ചെയ്യാം, ടൈപ്പിംഗ് സ്കില്ല് പഠിക്കുക. അല്ലെങ്കിൽ CBT 1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. അതൊന്നും ആലോചിച്ച് വരാൻ ടെൻഷൻ അടിക്കേണ്ട. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഇംഗ്ലീഷ് വേർഡ്സ് ആണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ആണ്.
വേർഡ്സ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 30 വേർഡ്സ് ടൈപ്പ് ചെയ്യണം. അതേസമയം ഹിന്ദി ലാംഗ്വേജ് ഉള്ളവർക്കാണെങ്കിൽ അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല, 25 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ്. അത് നിങ്ങൾക്ക് CBT 1 പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ടൈപ്പിങ്ങിന് പോയി ആ സ്പീഡ് കൂട്ടി എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ലാപ്പ് അല്ലെങ്കിൽ പോലും നിങ്ങൾ പുറത്ത് പോയി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങൾക്ക് വെറുതെ ഇനി ടെൻഷൻ ഒന്നും ഉണ്ടാവണ്ട. അവിടെ പോയി പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ഒന്ന് ഓക്കെ ആവും. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പുറത്ത് പോയി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, എല്ലാ ഹോളിഡേയും നിങ്ങൾക്ക് അവധിയായിരിക്കും. ക്ലറിക്കൽ ടൈപ്പിസ്റ്റ് പോസ്റ്റുകളല്ലേ, അതുകൊണ്ട് നാഷണൽ ഹോളിഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും, അവധിയായിരിക്കും. നിങ്ങൾക്ക് പണിയൊന്നും കാണത്തില്ല. അതേസമയം നമ്മുടെ ഗ്രാജുവേറ്റ് പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല, ഹോളിഡേ അലവൻസ് അങ്ങനെ ഹോളിഡേ എന്ന് പറഞ്ഞ് നിൽക്കാനായിട്ടൊന്നും പറ്റത്തില്ല. കാരണം അവർക്ക് എന്താണ്, വർക്ക് കാണും. അത്രയും ട്രെയിൻ എന്തായാലും പോകുമല്ലോ. അപ്പോൾ ട്രെയിനൊക്കെ ഉള്ള ദിവസം അവർക്ക് എന്ത് ചെയ്യണം, കാരണം അവർ ട്രെയിനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ്. ട്രെയിനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ് അവർക്ക്. അതെന്ന് വെച്ചാൽ ഒന്നീ അവരെന്ത് ചെയ്യും, സ്റ്റേഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്താലും എന്ത് ചെയ്യണം, ആ ഒരു ട്രെയിനുമായിട്ട് കംപ്ലീറ്റ് റിലേഷൻ ആർക്കുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. ഗുഡ്സ് ഗാർഡ് ആയാലും എന്തുണ്ട്, ട്രെയിനുമായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ്. അങ്ങനെ എന്ത് ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ TT ആയിട്ട് പോണ പോസ്റ്റാണ്. അതുകൊണ്ട് അതും എന്തുണ്ട്, ട്രെയിനുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ട്രെയിൻ ഓടുന്ന ദിവസമൊക്കെ ആരുണ്ട്, ശരിക്കും പറഞ്ഞാൽ അവർക്ക് വർക്കുണ്ട്. പക്ഷേ അതേപോലെയല്ല നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ്, ഇവർക്ക് ലീവൊക്കെ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കൃത്യമായിട്ട് സുഖമായിട്ട് അവർക്ക് എന്ത് ചെയ്യുക, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവത്തിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റൊക്കെ വർക്ക് ചെയ്യുക. അതുകൊണ്ട് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ഫീമെയിൽസിനൊക്കെ നല്ലൊരു പോസ്റ്റിംഗ് ആണ് ഇതിലെല്ലാം വരുന്നത് കേട്ടോ. ഈ അക്കൗണ്ട് ക്ലറിക്കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലറിക്കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക് വലുതായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എന്തുണ്ടോ, സദേൺ സോണിൽ വലിയ വാക്കൻസി എന്തിന് വിളിച്ചിട്ടില്ല, ട്രെയിൻസ് ക്ലർക്കിന് വിളിച്ചിട്ടില്ല. പൊതുവേ ട്രെയിൻസ് ക്ലർക്കിന് വാക്കൻസി കുറവാണ്. എന്നിട്ടും ട്രെയിൻസ് ക്ലർക്ക് നമ്മുടെ ട്രിവാൻഡ്രം സോൺ ആയാലും ചെന്നൈ സോൺ ആയാലും കൊൽക്കത്ത അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂരു സോൺ നോക്കിയാലും വലുതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യം പോലും ഇല്ല. ഓക്കെ, ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ട്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്റിംഗ് തന്നെയാണ്. ട്രെയിനിൻ്റെ അത്യാവശ്യം ക്ലറിക്കൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് പുള്ളിയാണ്. ഷെഡ്യൂളിങ് പോലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ RRB NTPC 2024 പെർ ക്യാൻ സാലറി അലവൻസസ് ഒക്കെ നോക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല ആ ബേസിക് പേ ഉൾപ്പെടെയുള്ള സംഭവം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഡിയറൻസ് അലവൻസ് ഉണ്ട്. ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ബേസിക് സാലറി അതിൻ്റെ 50% എന്ത് ചെയ്യും, 50% കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിയർനെസ് അലവൻസിനായിട്ട് തരും. നിങ്ങൾ ചെയ്യുന്ന വർക്കിനായിട്ട് തരുമോ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് ഒരു ട്രാവൽ അലവൻസ് കാണും. ഇത്ര രൂപ നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് തരും നിങ്ങൾക്ക് പോകാനായിട്ട്. ഇനി അടുത്ത് ഹൗസ് റെൻറ്റ് അലവൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ കോട്ടേജിനാണ് നിൽക്കുന്നതെങ്കിൽ അതിനല്ലാത്ത ഒരു ഹൗസ് റെൻറ്റ് അലവൻസ് ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളിപ്പോൾ റെൻ്റ് എടുത്ത് നിൽക്കുന്നെങ്കിൽ ആ വീട്ടിനായിട്ട് പോകും. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ വരേണ്ട ഇത് വരും കേട്ടോ. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യും, ലാസ്റ്റ് നമ്മുടെ സാലറിയിലാണ് ഇൻക്രിമെൻ്റ് ആവുന്നത്. പെൻഷൻ ബെനിഫിറ്റ്സ് ഉണ്ട്, അതർ അലവൻസ് ലൈക്ക് എഡ്യൂക്കേഷണൽ ഇതുണ്ട്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് റീഇംബേഴ്സ്മെൻറ്റ് പോലുള്ള മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ പല രീതിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് എന്തിലുണ്ട്, ഒരുപാട് സാലറി പാക്കേജിങ് നിങ്ങൾക്ക് എന്തുണ്ട്, റെയിൽവേയിൽ തന്നെ വരുന്നുണ്ട്. നിങ്ങളുടെ റെയിൽവേ എന്ന് പറഞ്ഞൊരു ഫീൽഡ് ചൂസ് ചെയ്യാൻ തന്നെ മെയിൻ കാര്യം എന്താണ്, അവരുടെ അലവൻസുകൾ തന്നെയാണ്. ഏറ്റവും നമ്മളിപ്പം പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും PSC അത് എന്തുകൊണ്ടാണ് സെൻട്രലിനെക്കാളും ഡിഫറെൻ്റ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ അലവൻസ് കൊണ്ടാണ്, ഇത്രയും ഇൻക്രിമെൻറ്റ്സ് കൊണ്ടാണ്. ഇവിടെ എന്തെന്നില്ല, ഒന്നിനും ലാഗ് ഉണ്ട്, എന്നാൽ പോലും ഒരു 2 വർഷം 3 വർഷം അതിനുള്ളിൽ തന്നെ എന്ത് വരുന്നുണ്ട്, ഇൻക്രിമെൻറ്റ്സ് വരുന്നുണ്ട്, പ്രൊമോഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. നമ്മളൊരു സേഫ് എൻവയോൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ഫീൽ നമുക്ക് എന്ത് കിട്ടും, സെൻട്രൽ ഗവൺമെൻറ്റിൽ കിട്ടും. പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റേതായ കുറേ നെഗറ്റീവ്സ് കുറേ പോസിറ്റീവ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ജോലി തന്നെയാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു റെയിൽവേയിലെ ജോലി എന്ന് പറയുന്നത്. നമ്മുടെ കുറച്ചെന്തായിരിക്കും, നമുക്ക് കുറച്ച് മുഷിപ്പൊക്കെ തോന്നുമെങ്കിൽ പോലും ഓക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോലിയാണ്. നമുക്ക് സാലറിയാണ് മുഖ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു ലൈഫോ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അത്യാവശ്യം ജോലി ചെയ്തേ പറ്റുള്ളൂ. അപ്പം പിന്നെ ഇനി അറിയേണ്ട കാര്യം മെഡിക്കൽ കാറ്റഗറീസാണ്. നോർമലി ഇപ്പം NTPC അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും ടെൻഷൻ അടിക്കുന്ന വേറൊരു കാര്യം മെഡിക്കൽ കാറ്റഗറിയാണ്. കാരണം കണ്ണിൻ്റെ പവറിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേ പേർക്ക് മെഡിക്കലി ഫിറ്റ് അല്ല എന്ന് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ്. കാരണം ഗ്രാജുവേറ്റ് പോസ്റ്റിനൊക്കെ അത്യാവശ്യം എന്ത് വേണം, വിത്തൗട്ട് ക്ലാസ്സസ് ആയിരിക്കണം, കുറേ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടൈപ്പിസ്റ്റിനും ജൂനിയർ ക്ലറിക്കം ടൈപ്പിസ്റ്റും ഈ പോസ്റ്റ് ഇപ്പോൾ ഇല്ല. ട്രെയിൻസ് ക്ലർക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ എന്താണ് മെഡിക്കൽ കാറ്റഗറി എന്ത് വരുന്നുണ്ടോ കണ്ടോ, C2 കാറ്റഗറിയാണ് അക്കൗണ്ട് ക്ലറിക്കം ടൈപ്പിസ്റ്റിനും ജൂനിയർ ക്ലറിക്കം ടൈപ്പിസ്റ്റ്. C2 കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ലെവൽ, വലിയ
കാഴ്ച ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കിട്ടും, 6/12 ഒക്കെയാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന പവറാണ് കേട്ടോ. അപ്പോൾ ഈ 2 പോസ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാക്കൻസി കൂടുതൽ വിളിച്ചിട്ടുള്ളത് ജൂനിയർ ക്ലറിക് കം ടൈപ്പിസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതിൽ കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ജൂനിയർ ക്ലറിക് കം ടൈപ്പിസ്റ്റ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചാൻസ് കിട്ടും. നമുക്കിപ്പോൾ വാക്കൻസി വന്നത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാലറി പാക്കേജ് 3 എന്ന് പറഞ്ഞ പാക്കേജാണ്. 21,000 നിന്ന് തുടങ്ങുന്ന സാലറി എത്തി നിൽക്കുന്നത് 35,000 പോലെയുള്ള സാലറി ഇൻക്രിമെന്റിലേക്ക്. അപ്പോൾ ആ ഒരു ഇതെന്തുണ്ട്, പോസ്റ്റ് അത്യാവശ്യം നല്ലതാണ് നമുക്ക്. പക്ഷേ അവിടെ എന്താണ്, B2 കാറ്റഗറി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ണാടി വെച്ചവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ണാടി ഉള്ളവർക്കും എന്ത് ചെയ്യാം, B2 കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലുള്ള അത്യാവശ്യം ഇതിലുള്ള എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ണാടി വെച്ചും അപ്ലൈ ചെയ്യാം. ട്രെയിൻസ് ക്ലർക്ക് കണ്ടോ, A3 കാറ്റഗറി വരാൻ കാരണം ട്രെയിനിൻ്റെ ക്ലർക്കാണ്, ട്രെയിനിന് വേണ്ടിയുള്ള ക്ലർക്കാണ്. അപ്പം ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുമ്പോൾ ട്രെയിനുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉള്ളവരെല്ലാവരും എന്തായിരിക്കണം, മെഡിക്കലി നല്ല അത്യാവശ്യം ഓക്കെ ആയിരിക്കണം. അതുകൊണ്ടാണ് A3 കാറ്റഗറിയിൽ അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്റ്റേഷൻ മാസ്റ്റർക്കും അതുപോലെ തന്നെ ലോക്കോ പൈലറ്റിനും ഒക്കെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പൊസിഷനാണ്. A1 A2 എന്ന് പറയുന്ന പൊസിഷനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം അവർക്ക് കണ്ണിന് എന്താണ്, വിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട്. അപ്പോൾ ട്രെയിൻസ് ക്ലർക്കും അത്യാവശ്യം A3 കാറ്റഗറിയിലാണ് നിൽക്കുന്നത് കേട്ടോ, A3 കാറ്റഗറിയിൽ. അപ്പോൾ കാറ്റഗറി നോക്കുകയാണെങ്കിൽ A2 എന്താണ്, A2 നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അത് ആരുടെ പോസ്റ്റിംഗ് ആണ്, ഗുഡ്സ് ഗാർഡ് അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെയും SM-ൻ്റെയും പോസ്റ്റിംഗ് ആണ്. അതെന്ന് പറഞ്ഞാൽ കണ്ണാടി വയ്ക്കാൻ പറ്റത്തില്ല, വിത്തൗട്ട് ഗ്ലാസസ് ആണ് കേട്ടോ, വിത്തൗട്ട് ഗ്ലാസസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കേണ്ടത് A3 കാറ്റഗറിയാണ്. A3 ഏതായിരുന്നു, ട്രെയിൻസ് ക്ലർക്ക്. അത് നോക്കേണ്ട കാര്യമില്ല, ശരിക്കും 5-6 വാക്കൻസീസേ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും 6/6 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് വച്ചു അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഗ്ലാസ് വയ്ക്കാതെയും പറ്റും. പക്ഷേ നിങ്ങളുടെ പവർ ഓഫ് ലെൻസസ് 2D 2Dയിൽ അപ്പുറം ആവരുത്, 2 ഡയപ്റ്ററിൽ അപ്പുറം ആവരുത് എന്നുള്ളൊരു കണ്ടീഷനേ ഉള്ളൂ. ഓക്കെ, നിയർ വിഷൻ വരുന്നത് 0.6 ആണ് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. പിന്നെ എന്താണ്, എല്ലാ ടെസ്റ്റും പാസ്സാവണം. നമ്മുടെ കളർ വിഷൻ ടെസ്റ്റ്, കണ്ണിൻ്റെ പവറിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആര് കൊടുക്കുന്നുണ്ട്, ട്രെയിൻ ക്ലർക്ക് ഈ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ B2 ആണെങ്കിൽ പോലും നമുക്ക് 6/6 6/12 ആയാലും മതി. ഇപ്പോൾ കണ്ടോ, C2 ആണെങ്കിൽ നമുക്ക് 6/12 മതി. എന്താണ്, പക്ഷെ നമുക്ക് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ്, നമ്മളവരുടെ എല്ലാ കളറും നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളൊരു ടെസ്റ്റും ഉണ്ട്. അതുപോലെ നമ്മുടെ ബൈനോക്കുലർ വിഷൻ, സ്ക്വിൻഡ് ഐസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ കോങ്കണ്ണാണെങ്കിലും നമുക്ക് കാഴ്ച ഉണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. നമ്മൾ കണ്ണാടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാണ്ട് നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ തന്നെയായിട്ടും മാറും കേട്ടോ. അപ്പം കാഴ്ചയ്ക്ക് വലിയ മങ്ങലൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് നോർമലി എല്ലാം കാണാം. കാരണം നിങ്ങൾക്ക് ഫയൽ വർക്ക്സ് ആണ്, അത്യാവശ്യം നിങ്ങൾക്ക് കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സ്റ്റെനോ പോലത്തെ ഒരു ടൈപ്പിസ്റ്റ് വർക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് മാറും. അപ്പം നിങ്ങളുടെ ഫിറ്റ്നസ് ഒന്നാമത്തെ കാര്യം എന്തിലായിരിക്കണം, കണ്ണുകളിലായിരിക്കണം, വിഷൻ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡെൻ്റൽ പോയിൻറ്റ്സിൻ്റെ കാര്യം പറയണം. പല്ലിൻ്റെ കാര്യം ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് 24 പല്ല് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അണപ്പല്ലൊക്കെ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഡെൻ്റൽ പോയിൻറ്റ്സ് നോക്കും, ചെവിയുടെ കാര്യം എന്തെങ്കിലും നോക്കും, ചെവിക്ക് കേൾവിയുടെ കാര്യങ്ങളും ക്ലീനിങ് ആണോ എല്ലാം നോക്കും, മൂക്കിന് ബെൻഡിങ് ഉണ്ടോ എന്ന് നോക്കും, കൈക്ക് ബെൻഡിങ് ഉണ്ടോ എന്ന് നോക്കും, വെരിക്കോസ് വെയിൻ പ്രത്യേകം എടുത്തു നോക്കാറുണ്ട്, ഫ്ലാറ്റ് ഫൂട്ട്, ഹൈ ആർക്ക് ഫൂട്ട്, അതുപോലെ നോക്ക് നീ, ഇതൊക്കെ എന്ത് ചെയ്യും, അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യും. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മളെന്താണ്, കുഴപ്പമില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി പോയാൽ മതി. കാരണം മെഡിക്കൽ അത്യാവശ്യം അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ആ ഒരു മെഡിക്കലിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ വരുന്ന മാറ്ററാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴേ അറിഞ്ഞിരിക്കണം, ഇത്ര അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത്, അതിനെന്തായിരിക്കണം, നിങ്ങൾക്ക് മെഡിക്കൽ കാറ്റഗറി അതിലുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളൂ. ഇതെല്ലാം എന്താണ്, നമുക്ക് കണ്ണാടി വെച്ച് അപ്ലൈ ചെയ്യാൻ കണ്ണാടി വച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത്, ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ വരുന്നത് കേട്ടോ. കണ്ണാടി വെച്ച് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അണ്ടർ ഗ്രാജുവേറ്റിലെ എല്ലാ പോസ്റ്റും കണ്ണാടി വെച്ച് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ ജോലി എന്താണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്താണ് ഞാൻ പറഞ്ഞു, TT എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ആർക്കാണ്, ഈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ വരുന്ന
ാണ് ഏത് വരുന്നത് TTE പോലത്തെ പോസ്റ്റ് വരുന്നത്. ഇവർക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനുകളിൽ എന്തിരിക്കുന്നത് ടിക്കറ്റ് ക്ലർക്കായിട്ടിരിക്കില്ല എന്ന് വെച്ചാൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ടിരിക്കത്തില്ലേ ഇഷ്യൂയിങ് ടിക്കറ്റ് സെറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓഫീസേഴ്സ് യൂസിങ് കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം CRS വഴി നമ്മൾ ഈ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇരിക്കുന്നവരുണ്ടല്ലോ അത് തന്നെയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്യൂയിങ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഓരോ സ്റ്റേഷനിൽ നിയമിച്ചിട്ടുള്ള ആൾക്കാരെയാണ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്ന് ടിക്കറ്റ് ക്ലർക്ക് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം ഇതെല്ലാം എന്ത് ചെയ്യുക മാനേജ് ചെയ്യുന്ന ആളാണ്. ടിക്കറ്റിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആരായിരിക്കും ഇവരായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ലോഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് ലഗേജ് ആൻഡ് മെയിൻറ്റെയിൻ റിലവൻറ്റ് രജിസ്റ്റേഴ്സ്. ഇതല്ലാണ്ട് ഇവർക്ക് എന്ത് ചെയ്യും അഡീഷണൽ വർക്കുകൾ വരും. എല്ലാവർക്കും എന്തുണ്ട് ഒരു അഡീഷണൽ വർക്കാണ്. ഈ ജോലി തന്നെ അവർ മസ്റ്റായിട്ട് ചെയ്യണമെന്നില്ല. അവിടെ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാം മറ്റ് ജോലിക്കായിട്ട് റെൻഡർ ചെയ്യാം. ഓക്കെ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ ട്രെയിൻസിൻ്റെയോ ഒക്കെ എന്താണ് ലഗേജിൻ്റെയൊക്കെ മെയിൻ്റനൻസ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എന്ത് ചെയ്യാം ഈ പറയുന്ന പോലെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് പോവാം കേട്ടോ. ബുക്കിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കാനായിട്ടൊക്കെ പോവാം. ഓക്കെ ഇനി അടുത്ത ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ ട്രെയിനിൻ്റെ ക്ലർക്കൽ പോസ്റ്റ് ആണെങ്കിൽ ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പോസ്റ്റാണ്. അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം എന്താണ് ഒരുപാട് പോസ്റ്റ് ഇതിന് മുകളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ജൂനിയർ പോസ്റ്റ് ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത് ട്രെയിൻ ക്ലർക്ക്. ഇവരെന്താണ് സീനിയർ ടൈം കീപ്പർ എന്ന് പറഞ്ഞാൽ പണ്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ടൈം കീപ്പ് ചെയ്യുന്നത് എത്ര മണിക്കാണ് ഓരോ ട്രെയിൻസ് എത്തുന്നത് എത്ര മണിക്കാണ് അത് ഇവിടെ നിന്ന് പുറപ്പെടേണ്ടത് ഇതിൻ്റെയൊക്കെ ടൈം കീപ്പിംഗ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന ആളുണ്ടായിരുന്നു. ആ ആളുടെ ഹെൽപ്പറായിട്ട് നിൽക്കുന്ന ആളാണ് റെക്കോർഡ്സ് ഓഫ് ട്രെയിൻ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ. ഏതൊക്കെ ട്രെയിൻസ് ഏതൊക്കെ ടൈം എത്തി ഏതൊക്കെ ട്രെയിൻസ് തമ്മിൽ ഡിലേ ആയതിൻ്റെ കാര്യങ്ങൾ ഏത് ട്രെയിൻ ഡിലേ ആയതുകൊണ്ടാണ് ഈ ട്രെയിൻ ഡിലേ ആയത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ള കംപ്ലീറ്റ് ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കുമല്ല. ആ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ് ആര് ചെയ്യുന്നത് ട്രെയിൻ ക്ലർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ ഉണ്ടായിരിക്കുന്ന സീനിയർ ടൈം കീപ്പറിനെ ഹെൽപ്പ് ചെയ്യാനാണ് ട്രെയിൻ ക്ലർക്ക് ഉള്ളത് കേട്ടോ. കീപ്പിംഗ് ട്രാക്ക് ഓഫ് ദ നമ്പർ ഓഫ് കോച്ചസ് ഇൻ ട്രെയിൻസ്. ഒരു ട്രെയിനിൽ എത്ര കോച്ചസ് ഉണ്ട് എത്ര പേര് അത് ബുക്ക്ഡ് ആണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും ഇവർ ശ്രദ്ധിക്കും. ഇനി അടുത്ത് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ട്രെയിനിൻ്റെ കണ്ടീഷൻ. ഏതൊക്കെ ട്രെയിൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് പണി ചെയ്തു നാളെയും പണി ചെയ്തു അതെന്താ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ട്രെയിനിന് ഒരു പണി വരുന്നത് അല്ലെങ്കിൽ ഇപ്പം ഇത്രയും വർക്ക് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെയൊക്കെ ഉള്ള കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട്. അതിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും ആര് ചെയ്യും സേഫ്റ്റി ചെക്സ് ഒക്കെ ചെയ്യുന്നത് ട്രെയിൻ ക്ലർക്കാണ്. അതാണ് ട്രെയിനുമായിട്ടും ഇവർക്കൊന്നുണ്ട് ഒരു കണക്ഷൻ ഉണ്ട്. ട്രെയിനിൻ്റെ നമ്പർ ഓഫ് കോച്ചസ് ഇവർ നോക്കും എത്ര കോച്ചസിലാണ് ആളുകളുള്ളത് ആ കോച്ചസിൻ്റെ കണ്ടീഷൻ ശരിയാണോ ഏതൊക്കെ കോച്ചസിന് ഫെസിലിറ്റീസ് കുറവാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കും. ട്രെയിനിൻ്റെ കണ്ടീഷൻസ് നോക്കും. മെയിൻറ്റെയിൻ റെക്കോർഡ്സ് റിലേറ്റഡ് ടു ലഗേജ് ഫെസിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇവരെന്ത് ചെയ്യും കീപ്പപ്പ് ചെയ്ത് പോകും കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് അവർ ട്രെയിനുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്നതെന്ന് പറയാം. അതുകൊണ്ടാണ് അവർക്ക് A3 കാറ്റഗറി മെഡിക്കൽ കാറ്റഗറിയിൽ വരുന്നത്. എന്ന് പറയുന്ന കാറ്റഗറി ട്രെയിനുമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്കുള്ളതാണ്. ട്രെയിനിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പം എല്ലാവരുടെയും സാലറി പാക്കേജിങ് എങ്ങനെ വരും അത്യാവശ്യം നല്ല ലെവലപ്പായിട്ടാണ് വന്നത്. ഇപ്പോൾ ഇവിടെ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്കിനാണ് നമുക്ക് 3rd പേ സ്കെയിൽ ഉള്ളത്. അപ്പോൾ അത് അത്യാവശ്യം എവിടം വരെ എത്തും വലിയൊരു പോസ്റ്റിങ്ങിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സീനിയർ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് അത് കഴിഞ്ഞ് ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് അവസാനമായിട്ട് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പദവിയിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്കിന് എത്താൻ പറ്റും. അപ്പം അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ട് പോസ്റ്റായിട്ട് കയറിയിട്ട് ഏകദേശം ഒരു നമ്മുടെ ഗ്രാജുവേറ്റ് പോസ്റ്റ് ലെവലിലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയരാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതി മാറാം. വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് മാറുന്നെങ്കിൽ മാറാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു ലെവലിലാണ് അവരുടെ പ്രൊമോഷൻസ് പോകുന്നത്. അതുകൊണ്ട് 21,000 തുടങ്ങുന്ന സാലറി ഇവിടെയൊക്കെ എത്തുമ്പോൾ എത്രയാവും ഏകദേശം ഒരു 40,000 റേഞ്ചിൽ എന്താവും മാറും. നിങ്ങളുടെ അലവൻസ് ഒക്കെ പോലെ അതെന്ത് ചെയ്യും മാറിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്തായാലും നമ്മുടെ ഭാവി സെറ്റാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ജൂനിയർ ക്ലറിക് ടൈപ്പിസ്റ്റും അക്കൗണ്ട് ക്ലറിക് ടൈപ്പിസ്റ്റും. ഇത് അത്യാവശ്യം നമുക്ക് സേഫ് ആയി. ഇപ്പം ഇതിൽ ഈ 2 പോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ വന്നിട്ടുള്ള വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതാണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ് ആവേണ്ടത്. ട്രെയിൻ ക്ലർക്കിന് എന്തില്ല വാക്കൻസി ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്കും ഉണ്ട് അക്കൗണ്ട് ക്ലർക്ക് ടൈപ്പിസ്റ്റും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാക്കൻസി കുഴപ്പമില്ലാത്തതെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഓവർ വാക്കൻസി അങ്ങനെയൊന്നും പറയാനായിട്ടേ പറ്റത്തില്ല.
കുഴപ്പമില്ല. എന്നാലും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റും അത്യാവശ്യം നല്ല ജോലിയുമാണ്. ഫീമെയിലിനും മെയിലിനും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, ഫീമെയിൽസിന് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. കാരണം ഓഫീസ് വർക്കാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. ഹോളിഡേയ്സിനൊക്കെ അവധിയാണ്, എല്ലാ രീതിക്കും നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ജോബ് പ്രൊഫൈൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മുടെ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആണ്. എന്തൊക്കെയാണ്? റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് എന്തുണ്ട്, ഈ റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്കിംഗ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ സ്റ്റേഷൻ മാസ്റ്ററിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, ഓപ്പറേഷണൽ ടീമിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, മെക്കാനിക്കൽ ടീമിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, ഇലക്ട്രിക്കൽ ടീമിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ പ്രോസസ്സിന്, ഈ ട്രെയിനിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. ഓരോ കോച്ചസിന് വേണ്ടിയായിട്ടും ആ പല രീതിക്കുള്ള ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എന്തുണ്ട്, ഓരോ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റുകളുണ്ട്. അവരുടെ ഫയൽ റെക്കോർഡ്സ്, ഇപ്പോൾ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് ടീംസ് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ടൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ഈ അക്കൗണ്ട് ക്ലർക്കും ജൂനിയർ ക്ലർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടൈപ്പിങ്ങിൻ്റെ ജോബെല്ലാം, ടൈപ്പിസ്റ്റ് ജോലികളെല്ലാം കൂടുതൽ ചെയ്യുന്നത് ജൂനിയേഴ്സ് ആയിരിക്കും, ജൂനിയർ ക്ലർക്ക് ആയിരിക്കും. അക്കൗണ്ട് സെക്ഷൻ, അതായത് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, കസ്റ്റമർ ഇൻട്രാക്ഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇവരുടെ എല്ലാവരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ജനറേറ്റിംഗ് റിപ്പോർട്ട്സ്, മെയിൻറ്റെയിനിങ് സെയിൽസ് ഡേറ്റ, എത്രയൊക്കെ പണിയായി, സെയിൽസ് എത്രയൊക്കെ നടക്കുന്നുണ്ട്, എത്ര ആൾക്കാർ റിസർവ്ഡ്, ബുക്കിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അക്കൗണ്ടിങ് സെക്ഷൻ. അത് തന്നെയാണ് വിചാരിക്കേണ്ടത്. അക്കൗണ്ടിങ് സെക്ഷൻ ഡീൽ ചെയ്യുന്നത് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റും. ഈ ക്ലറിക്കൽ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനായിട്ട്, ഉള്ള റെക്കോർഡ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക, അത് ഫയലാക്കുക, അതിനെ മാനേജ് ചെയ്യുക, അറ്റൻഡൻസ് രജിസ്റ്റർ ആക്കുക, അങ്ങനെയൊക്കെയുള്ള ഫയലിംഗ് വർക്ക്സ് ചെയ്യുന്നത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും അക്കൗണ്ടിങ് വർക്ക്സ് ചെയ്യുന്നത് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റും. അതാണ് ആ പോസ്റ്റുകളുടെ വ്യത്യാസം. രണ്ടുപേർക്കും എന്ത് വേണം? ടൈപ്പിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. CBT 1 പാസ്സായി, CBT 2 പാസ്സായി, ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ടൈപ്പിംഗ് കൂടെ ക്വാളിഫൈ ആയിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെഡിക്കലും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ക്വാളിഫൈ ആവാനുള്ള ആദ്യത്തെ ഘട്ടങ്ങളെ മാത്രം ഇപ്പോൾ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. CBT 1 ക്ലിയർ ചെയ്യുക. കാരണം നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, നിങ്ങൾക്കിപ്പം ഒരുപാട് പേര് അപ്ലൈ ചെയ്തു. 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 36 വയസ്സ് വരുന്ന OBC കാറ്റഗറിക്ക് വരെ അപ്ലൈ ചെയ്യാം. എന്നാലും കുഞ്ഞു കുട്ടികൾ തൊട്ടേ തുടങ്ങുന്ന ഒരു ഇതാണ്. അപ്പം ഒരുപാട് പേര് നിങ്ങൾക്ക് എന്തുണ്ട്? കോമ്പറ്റീഷനായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് അപ്ലൈ ചെയ്താലും ക്വാളിഫയിങ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിക്കുന്ന കുറച്ച് പേരെ കാണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പോസ്റ്റിംഗ് ആണ് നമുക്ക് വരുന്നത്. നിങ്ങളുടെ മെയിൻ ഫോക്കസ് ഒന്നും എന്തിലായിരിക്കണം? കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനും അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനും ചീഫ് നമ്മുടെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനുമായിരിക്കണം. അപ്പോൾ അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വാക്കൻസീസും ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും. നമുക്ക് സദേൺ സോണിൽ തന്നെയാണ് എല്ലാവരും അപ്ലൈ ചെയ്തതെന്ന് തോന്നുന്നു. കാരണം വലിയ വാക്കൻസീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് നമുക്ക് ചെയ്തു പോകാം അല്ലേ? അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സദേൺ സോണിൽ തന്നെ വെച്ച് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻക്വയറി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നല്ലപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്, യൂട്യൂബ് ക്ലാസ്സസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള എല്ലാ ഹെൽപ്പും ദിശ അക്കാഡമി ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തണമെന്ന് നിങ്ങളായിട്ട് ചിന്തിക്കുക. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ച് ശ്രമിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരെന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു മാർക്ക് അതിൽ നേടിയെടുത്താൽ മാത്രമേ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തന്നെ പോവുക. അപ്പം ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ദിശ അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനുള്ളവരൊക്കെ ഏറ്റവും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് മാറുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.